നമുക്കിപ്പം വെള്ളാർമലയിൽ നിന്ന് മാർഷൽ വി സെബാസ്റ്റ്യൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മാർഷൽ, വെള്ളാർമലയിൽ വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ പുഴ ഗതിമാറി ഒഴുകിയപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മരക്കഷ്ണങ്ങളും മരച്ചില്ലകളും ഒക്കെ വന്നഴിഞ്ഞത് ആ പ്രദേശത്താണ്. അവിടെ തെരച്ചിൽ വളരെ ദുഷ്കരവുമാണ്, പ്രയാസമാണ്. ഇപ്പോൾ കൂടുതൽ ഹിറ്റാച്ചുകളൊക്കെ ആ പ്രദേശത്തേക്ക് എത്തിയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ആര്യ, അതായത് ആദ്യം നമ്മളിവിടെ വരുമ്പോൾ വളരെ കുറവായിരുന്നു യന്ത്രസാമഗ്രികൾ എത്തിയിരുന്നത്. എന്നാലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം 10ഓളം ഹിറ്റാച്ചുകൾ, എക്സലേറ്ററുകളാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. കാരണം അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ഒരു മൃതദേഹം കിട്ടി. ഈ തൊട്ട് താഴെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ പരിശോധനയിൽ ഇപ്പോൾ 4 മണിക്കൂർ നീണ്ടു നിന്ന പരിശോധനയിൽ ഒരു മൃതദേഹം മാത്രമേ ഇവിടുന്ന് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ ഒരുപക്ഷെ വന്ന് അടിയാൻ സാധ്യതയുള്ള ഒരു മേഖലയായിട്ടാണ് വെള്ളാർമലയിലെ ഈ പ്രദേശത്തെ ഇവർ കാണുന്നത്. കാരണം മുണ്ടകയിൽ നിന്നും ചുരൽമല വഴി വരുന്ന നദി വഴിതിരിഞ്ഞു പോകുന്നത് ഇവിടെയാണ്. ഈ പ്രദേശത്തേക്കാണ് കൂടുതൽ വെക്കൽ മണ്ണും പാറയും ഒപ്പം വൻ തടിക്കഷ്ണങ്ങളും വന്ന് വീണിട്ടുള്ളത്. മരങ്ങൾ നിറഞ്ഞു കിടക്കുകയായിരുന്നു ഇവിടം. അത്തരം ഒരു ചതുപ്പായി മാറിയിട്ടുള്ള പ്രദേശത്ത് മനുഷ്യസാധ്യമായ രീതിയിലേക്ക് പരിശോധന നടത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ യന്ത്രക്കൈകളുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധനയെ നടക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥർ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 10ഓളം എക്സലേറ്ററുകൾ വന്ന് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ നമ്മളിവിടെ കാണുകയാണ് ഇത്തരം പരിശോധന നടക്കുന്നത്. എല്ലാ ഇഞ്ചും ഒരു ഇഞ്ച് പോലും വിട്ടുപോകാതെ വളരെ കൃത്യമായി മാപ്പ് ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സമയമെടുക്കും ഇതിനുവേണ്ടി. കാരണം പെട്ടെന്നൊന്ന് കണ്ടുപോവുകയല്ല, മറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇവർ ഈ പരിശോധന പൂർത്തീകരിക്കുകയാണ്. ശരീരാവശിഷ്ടങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കുക. അതിനുവേണ്ടി സ്നിഫർ ഡോഗുകളെ ഇറക്കിയിട്ടുണ്ട്. അവ ആദ്യമേ റൂട്ട് ചെയ്ത് അവർ കാണിച്ചു തന്നിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ബാക്കി വെള്ളക്കെട്ടുകൾ പരിശോധിക്കുന്നുണ്ട്. ഇത് മുളങ്കാടാണ്. ആ മുളങ്കാടിനിടയിലേക്ക് കയറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശരീരാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഈ മുളങ്കാടിലുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. നദി ഇപ്പോഴും കാര്യമായി തന്നെ ഒഴുകുന്നു എന്നുള്ളത് അവിടെ ഒരു മനുഷ്യൻ ഇറങ്ങിയുള്ള പരിശോധന അസാധ്യമാണ്. അത്തരമൊരു മേഖലയിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന പരിശോധന. ഇതിനിടയിൽ ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആര്യമ്മ. ശരി, മാർഷലാണ് വിവരങ്ങൾ നൽകിയത്. സജീവമായി ഊർജിതമായി തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്.